ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളെല്ലാവരും ഡെയിലി ഉപയോഗിക്കുന്നതാണ് വിമ്മ്. അപ്പോൾ ഈ വിമ്മ് ഒരു കട്ട എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തീർന്നു പോകും. അതിൽ വെള്ളം സ്ക്രബ്ബറിൽ നിന്ന് വെള്ളമായിട്ടും മറ്റുമൊക്കെ. അപ്പോൾ ഈ ഒരാഴ്ച ഉപയോഗിക്കുന്ന വിമ്മിനെ നമുക്ക് ഒരു മാസത്തോളം എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 5 രൂപേൻ്റെ വിമ്മാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. മുഴുവനായിട്ടും ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ നാൾ ഇത് യൂസ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ നമ്മളെ പാത്രങ്ങളിലൊക്കെ ഈ വിമ്മിൻ്റെ അംശം പറ്റി പിടിക്കാതെ നിൽക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഈ വിമ്മ് മുഴുവനും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്യാസ് സ്റ്റോപ്പിൽ 1 ലിറ്റർ വെള്ളം ഒന്ന് നന്നായിട്ട് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള വിമ്മ് ഒരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നല്ല പോലെ ചൂടായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളപ്പിച്ചെടുക്കുകയൊന്നും വേണ്ട കേട്ടോ, നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ല പോലെ ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതിവിടെ തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുത്ത ശേഷം നമുക്ക് ബോട്ടിലുകളിലാക്കിയിട്ട് വെക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഡിഷ് വാഷൊക്കെ നല്ല പോലെ തണുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ഉപയോഗിച്ചിട്ടുള്ള വിമ്മിൻ്റെയൊക്കെ ബോട്ടിലുണ്ടെങ്കിൽ അതിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പാത്രം കഴുകുമ്പോൾ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അതേപോലത്തെ 2 ബോട്ടിലാക്കിയിട്ട് വെക്കുകയാണ്. ഇപ്പോൾ ഞാനിതാ 2 ബോട്ടിലും നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എടുത്തു വെക്കാം. ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി ഞാനൊരു സ്വീറ്റ് റെസിപ്പി കൂടി ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ഞാനൊരു 1/2 കപ്പ് ചവ്വരിയാണ് എടുത്തിട്ടുള്ളത്. സാബൂനരി, ചവ്വരി എന്നൊക്കെ പറയില്ലേ നമ്മളെ പായസത്തിൻ്റെ അരി, അതാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് അരമണിക്കൂറെങ്കിലും ഒന്ന് കുതിരാനായിട്ട് വെക്കണം. അരമണിക്കൂറിൽ കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അരമണിക്കൂറെങ്കിലും എന്തായാലും ഒന്ന് കുതിർത്ത് വെക്കുക. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് വെക്കുകയാണ്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് വെക്കാം. നന്നായിട്ട് കഴുകിയെടുക്കാനും ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ വേണ്ടത് ക്യാരറ്റാണ് കേട്ടോ. ഞാനൊരു 3 മീഡിയം വലുപ്പത്തിലുള്ള ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയണം. അപ്പോൾ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. ഇപ്പോൾ ഞാനിതാ തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. ഗ്രേറ്ററിൻ്റെ ഇതേപോലത്തെ വലിയ ഹോളുള്ളതിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. വളരെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് വലിയ പീസായിട്ടാണ് നമുക്കിത് കിട്ടേണ്ടത്. ഞാനിത് മുഴുവനും ഇപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. ഇനി ഒരു പാനിൽ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കാഷ്യൂനട്ടും അതുപോലെ കുറച്ച് ബദാം ഒന്ന് അരിഞ്ഞെടുത്തതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നല്ലപോലെ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് പാനിൽ നിന്ന് മാറ്റാം. ഇനി അതേ പാനിലേക്ക് തന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും അതുപോലെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ദാ നമ്മുടെ ക്യാരറ്റും നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതും ഞാൻ ഈ പാനിൽ നിന്നൊന്ന് മാറ്റി കൊടുക്കുകയാണ്. ശേഷം അതേ പാനിലേക്ക് തന്നെ ഞാൻ 1 ലിറ്റർ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. കവർ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഈ പാല് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അടിക്ക് പിടിക്കാതെ നല്ലപോലെ തിളച്ച് വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. പാലൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള ചവ്വരി ചേർത്ത് കൊടുക്കാം. ചവ്വരി ചേർത്ത് കഴിഞ്ഞാലും നല്ല പോലെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. ചവ്വരിയൊക്കെ വെന്ത് മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി വരും. അതുവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ നമ്മുടെ ചവ്വരിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ക്യാമറയിലെ ലൈറ്റ് കാരണം നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. ചവ്വരിയൊക്കെ നല്ലപോലെ വെന്ത് മുകളിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്കിതിലേക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം, മധുരം ബാലൻസ് ചെയ്യാനായിട്ട്. പിന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്.
അതുപോലെ തന്നെ ഒരു 3 ഏലക്കായുടെ സീഡാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ദാ നമ്മൾ നേരത്തെ വഴറ്റി മാറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് തിളക്കുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇപ്പോൾ ദാ നമ്മുടെ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരല്പം പഞ്ചസാര കൂടി വേണം. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇനി ഈ പഞ്ചസാര കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ബദാമും കൂടി ചേർത്തിട്ടുള്ളതാണ്. അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇതാ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പഞ്ചസാരക്ക് പകരം ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ പായസം നല്ല പോലെ തണുത്ത ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ പാലിലേക്ക് നമ്മൾ ഡയറക്റ്റായിട്ട് ശർക്കര ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാല് പിരിഞ്ഞു പോവും. അതുകൊണ്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. തേങ്ങാപ്പാലിലാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. പശുവിൻ പാലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ശർക്കര പാനി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പായസം പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാ ഞാൻ പായസമൊക്കെ ഒന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.